ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും ഹാർ വ്ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ചാണ്. എന്താണ് കോമ്പോസിഷൻ സ്കീം? സ്മോൾ ടാക്സ് പേയേഴ്സിന് GSTയിലുള്ള ലളിതവും എളുപ്പവുമായ ഒരു പദ്ധതിയാണ് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. ഈ സ്കീം പ്രകാരം സ്മോൾ ടാക്സ് പേയേഴ്സിന് GSTയുടെ ഫോർമാലിറ്റീസിൽ നിന്നൊക്കെ ഒഴിവാകാനും ടേൺ ഓവറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിശ്ചിത നിരക്കിൽ ഒരു നിശ്ചിത ടാക്സ് റേറ്റിൽ GST നൽകാനും കഴിയും. കോമ്പോസിഷൻ സ്കീം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത് ഒരു ത്രെഷോൾഡ് ലിമിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. നേരത്തെ കോമ്പോസിഷൻ സ്കീമിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് 75 lakh ആയിരുന്നു. GST കൗൺസിലിൻ്റെ 22ാമത്തെ യോഗത്തിൽ കോമ്പോസിഷൻ സ്കീമിൻ്റെ ലിമിറ്റ് 75 ലക്ഷത്തിൽ നിന്ന് 1 കോടിയായിട്ട് ഉയർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഗുവാഹത്തിയിൽ വെച്ച് നടന്ന GST കൗൺസിലിൻ്റെ 23ാമത്തെ യോഗത്തിൽ കോമ്പോസിഷൻ സ്കീമിൻ്റെ ലിമിറ്റ് 1 കോടിയിൽ നിന്ന് വീണ്ടും 1.5 കോടിയായി ഉയർത്താനും അതുമാത്രമല്ല നിയമപ്രകാരം ഈ ലിമിറ്റ് 2 കോടിയാക്കാനും തീരുമാനിച്ചു. ഇപ്പോൾ കോമ്പോസിഷൻ സ്കീമിൻ്റെ ത്രെഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 1.5 കോടി രൂപയാണ്. അതായത് 1.5 കോടി രൂപയിൽ താഴെ വിറ്റുവരവുള്ള ഒരു ടാക്സ് പേയർക്ക് കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുക്കാം. എന്നാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ ഈ ലിമിറ്റ് 75 lakh ആണ്. നേരത്തെ അത് 50 ലക്ഷമായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് 75 lakh ആണ്. ബിസിനസ്സുകാരൻ്റെ ടോട്ടൽ ടേൺ ഓവർ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരേ പാൻ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ബിസിനസ്സുകളുടെയും വിറ്റുവരവ് നമ്മൾ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ടാക്സ് പേയർക്ക് കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുക്കണമെങ്കിൽ അയാൾ ഗവൺമെൻറ്റിലേക്ക് GST CMP 02 ഫയൽ ചെയ്യണം. GST പോർട്ടൽ വഴി ലോഗിൻ ചെയ്ത് ഓൺലൈനായിട്ടും ഇത് ചെയ്യാൻ പറ്റും. മാത്രമല്ല കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുത്ത ഒരു ടാക്സ് പേയർ ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കത്തിലും ഈ അറിയിപ്പ് ഗവൺമെൻറ്റിലേക്ക് നൽകുകയും വേണം. ഒരു കോമ്പോസിഷൻ ഡീലർക്ക് ഒരിക്കലും അയാളുടെ കസ്റ്റമേഴ്സിന് ടാക്സ് ഇൻവോയ്സ് നൽകാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോമ്പോസിഷൻ ഡീലർക്ക് അയാളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ ടാക്സ് ഇൻവോയ്സ് കോമ്പോസിഷൻ ഡീലർ അയാളുടെ കസ്റ്റമേഴ്സിന് നൽകില്ല. മറിച്ച് അയാൾ നൽകുന്ന ബില്ലിൻ്റെ പേരാണ് ബിൽ ഓഫ് സപ്ലൈ. കോമ്പോസിഷൻ ഡീലർ നൽകുന്ന ബിൽ ഓഫ് സപ്ലൈയിൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ നോട്ട് എലിജിബിൾ ടു കളക്ട് ടാക്സ് ഓൺ സപ്ലൈസ് എന്ന് കൊടുക്കുന്ന ബില്ലിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ഒരു കോമ്പോസിഷൻ ഡീലർക്ക് സാധാരണ ടാക്സ് പേയേഴ്സിനെ പോലെ മന്ത്ലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മന്ത്ലി ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. ഇവരെ ക്വാർട്ടർലി ആണ് ഫയൽ ചെയ്യുന്നത്. എന്നാൽ ക്വാർട്ടർലി ഫയൽ ചെയ്യുന്നത് അവരുടെ ടോട്ടൽ ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ക്വാർട്ടർലി ആണ് അവർ ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. CMP 08 എന്ന ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റിലാണ് ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. കൂടാതെ GSTR 4 എന്ന് പറയുന്ന ആനുവൽ റിട്ടേണും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കോമ്പോസിഷൻ ഡീലേഴ്സ്. നെക്സ്റ്റ്, കോമ്പോസിഷൻ ഡീലർമാർക്ക് ബാധകമായ ടാക്സ് റേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മാനുഫാക്ചേഴ്സിനും ട്രേഡേഴ്സിനും 1% ആണ്. ആ 1%ൽ 0.5% CGSTയും 0.5% SGSTയും. ആൽക്കഹോൾസ് സെർവ് ചെയ്യാത്ത റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന കോമ്പോസിഷൻ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. ആ 5% എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2.5% CGSTയും 2.5% SGSTയുമായിട്ടാണ്. മറ്റ് സർവീസ് പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന ടോട്ടൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 6% ആണ്. അത് കളക്ട് ചെയ്യുന്നത് 3% CGSTയും ബാക്കി 3% SGSTയുമായിട്ടാണ്. കോമ്പോസിഷൻ സ്കീം പ്രകാരം നിഷ്കർഷിച്ചിരിക്കുന്ന ഈ ടാക്സ് റേറ്റ്സ് കസ്റ്റമേഴ്സിൽ നിന്നല്ല കളക്ട് ചെയ്യുന്നത്, മറിച്ച് കോമ്പോസിഷൻ ഡീലർ അയാളുടെ കയ്യിൽ നിന്ന് തന്നെ ടാക്സ് പേയ്മെൻറ്റ് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കണം. ഒരു കോമ്പോസിഷൻ ഡീലർ കോമ്പോസിഷൻ സ്കീം പ്രകാരം ടാക്സ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിർബന്ധമായും പരിഗണിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. GST ഓൺ സപ്ലൈസ് മെയ്ഡ് എന്ന് പറഞ്ഞാൽ അയാൾ നടത്തിയ സപ്ലൈസിൻ്റെ GST. നെക്സ്റ്റ്, ടാക്സ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിൽ എന്തെങ്കിലും ടാക്സ് കൊടുക്കാനുണ്ടെങ്കിൽ അത്. മൂന്നാമത്തത്, ടാക്സ് ഓൺ പർച്ചേസ് ഫ്രം ആൻ അൺരജിസ്റ്റേർഡ് ഡീലറുടെ കയ്യിൽ നിന്ന് വാങ്ങിയതിനുള്ള ടാക്സ്. ഇനി ഒരു ടാക്സബിൾ പേഴ്സൺ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് റെക്കോർഡ്സ് അല്ലെങ്കിൽ റിട്ടേൺസ്, ഇൻവോയ്സസ് എന്നിവ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ടാക്സ് ലയബിലിറ്റി കുറവായിരിക്കും.
മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടാക്സ് റേറ്റ്സ് കുറവായതിനാൽ തന്നെ ഹൈ ലിക്വിഡിറ്റി ആയിരിക്കും. ഇനി കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജസും കൂടി നോക്കാം. കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈകൾ നടത്താൻ പാടില്ല. ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈകൾക്ക് വിലക്കുണ്ട്. അതുപോലെ തന്നെ ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞത് ടാക്സിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചില സാധനങ്ങളുണ്ട്, അവയുടെ ഡീലിങ്സ് അതും ഒരു കോമ്പോസിഷൻ ഡീലർക്ക് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, പേഴ്സൺസ് നോട്ട് എലിജിബിൾ ഫോർ കോമ്പോസിഷൻ സ്കീം. ആരൊക്കെയാണ് കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ അല്ലാത്തതെന്ന് നോക്കും. ഫസ്റ്റ് പറയുന്നത് എ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ ഓർ എ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺ. കാഷ്വൽ ടാക്സബിൾ പേഴ്സണിനും നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണിനും കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് സപ്ലയേഴ്സ് ഹൂസ് അഗ്രിഗേറ്റഡ് ടേൺ ഓവർ ഇൻ ദി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ക്രോസ്ഡ് ദി ത്രെഷോൾഡ് ലിമിറ്റ്. അതായത് ഏതെങ്കിലും ഒരു സപ്ലയറുടെ മുൻ വർഷത്തെ അഗ്രിഗേറ്റ് ടേൺ ഓവർ ത്രെഷോൾഡ് ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കോമ്പോസിഷൻ സ്കീമിൽ തുടരാനാവില്ല. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സപ്ലയർ ഹൂ ഹാസ് പർച്ചേസ്ഡ് എനി ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം അൺരജിസ്റ്റേർഡ് സപ്ലയർ അൺലെസ് ഹി ഹാസ് പെയ്ഡ് GST ഓൺ സച്ച് ഗുഡ്സ് ഓർ സർവീസസ് ഓൺ റിവേഴ്സ് ചാർജ് ബേസിസ്. അതായത് ഒരു അൺരജിസ്റ്റേർഡ് ഡീലറിൽ നിന്നോ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ സ്വീകരിച്ച ഒരു സപ്ലയർ റിവേഴ്സ് ചാർജ് ബേസിസിൽ GST അടച്ചിട്ടില്ലെങ്കിൽ അയാൾ കോമ്പോസിഷൻ സ്കീമിന് നോട്ട് എലിജിബിൾ ആണ്. അടുത്ത കാറ്റഗറി പറയുന്നത് സപ്ലയർ ഓഫ് സർവീസസ് അതർ ദാൻ റെസ്റ്റോറൻറ്റ് സർവീസസ്. റെസ്റ്റോറൻറ്റ് സർവീസസ് ഒഴികെയുള്ള മറ്റ് സർവീസസിൻ്റെ സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് സർവീസസിനെ മാത്രമേ കോമ്പോസിഷൻ സ്കീമിൽ അംഗമാക്കൂ. അടുത്ത കാറ്റഗറിയിൽ വരുന്നത് പേഴ്സൺസ് സപ്ലൈയിങ് ഗുഡ്സ് വിച്ച് ആർ നോട്ട് ടാക്സബിൾ അണ്ടർ GST ലോ. GST ലോ പ്രകാരം എക്സംപ്റ്റഡ് ഗുഡ്സ് ഡീൽ ചെയ്യുന്നവർ, അതായത് നികുതി ബാധ്യത ഇല്ലാത്ത ഗുഡ്സ് ഡീൽ ചെയ്യുന്നവർ, അവരും നോട്ട് എലിജിബിൾ ഫോർ കോമ്പോസിഷൻ സ്കീമാണ്. അടുത്ത കാറ്റഗറി പേഴ്സൺസ് മേക്കിംഗ് എനി ഇൻ്റർസ്റ്റേറ്റ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ്. എന്ന് വെച്ചാൽ ഇൻ്റർസ്റ്റേറ്റ് സപ്ലൈസ് നടത്തുന്നവർക്ക് കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുക്കാനാവില്ല. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബിസിനസ് വിച്ച് സപ്ലൈ ഗുഡ്സ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. എന്ന് വെച്ചാൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനും കോമ്പോസിഷൻ സ്കീമിന് എലിജിബിൾ അല്ല. അടുത്ത കാറ്റഗറി പറയുന്നത് ഐസ്ക്രീം, പാൻ മസാല, ടുബാക്കോ തുടങ്ങിയവയുടെ നിർമ്മാതാക്കൾക്കും കോമ്പോസിഷൻ സ്കീമിൽ എലിജിബിൾ അല്ല. കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുക്കുന്നതിന് പാലിക്കേണ്ട കുറച്ച് വ്യവസ്ഥകളൊക്കെ ഉണ്ട്. ആ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. കോമ്പോസിഷൻ സ്കീം തിരഞ്ഞെടുക്കുന്ന ഒരു ഡീലർക്ക് ITC ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ GSTയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന മദ്യം പോലെയുള്ള സാധനങ്ങൾ കോമ്പോസിഷൻ ഡീലർക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ റിവേഴ്സ് ചാർജിന് കീഴിലുള്ള ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമ്പോസിഷൻ ഡീലർ സാധാരണ പോലെ തന്നെ ടാക്സ് നൽകേണ്ടതാണ്. അതായത് കോമ്പോസിഷൻ സ്കീം അല്ലാതെ സാധാരണ എങ്ങനെയാണോ ടാക്സ് നൽകേണ്ടത് ആ രീതിയിൽ തന്നെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിന് കീഴിൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ കോമ്പോസിഷൻ ഡീലർ ടാക്സ് നൽകണം. പിന്നെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നികുതി അടയ്ക്കേണ്ട വ്യക്തിക്ക് ഒരു പാൻ പ്രകാരം ഒന്നിൽ കൂടുതൽ ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ്സുകളെല്ലാം തന്നെ കോമ്പോസിഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കോമ്പോസിഷൻ സ്കീമിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നതായിരിക്കും. പിന്നെ ഒരു കോമ്പോസിഷൻ ഡീലർ പാലിക്കേണ്ട കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു കോമ്പോസിഷൻ ഡീലർ അയാളുടെ ബിസിനസ് സ്ഥാപനത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഓരോ അറിയിപ്പിലും കൂടാതെ അവരുടെ സൈൻ ബോർഡിലുമൊക്കെ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടാവണം. പിന്നെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ കോമ്പോസിഷൻ ടാക്സ് പെയർ വിതരണം ചെയ്യുന്ന ഓരോ ബില്ലിലും കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന വാക്ക് ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കോമ്പോസിഷൻ ഡീലർ ഇഷ്യൂ ചെയ്യുന്ന ബില്ലിൻ്റെ പേര് ബിൽ ഓഫ് സപ്ലൈ എന്നാണ്. ആ ബിൽ ഓഫ് സപ്ലൈയിൽ കോമ്പോസിഷൻ ടാക്സബിൾ പേഴ്സൺ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് കോമ്പോസിഷൻ സ്കീമിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
ചുരുക്കി പറഞ്ഞാൽ ത്രഷോൾഡ് ലിമിറ്റ് കവിയാത്ത ഒരു സ്മോൾ ടാക്സ് പേയറിന് മന്ത്ലി GST റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു ബേർഡനിൽ നിന്നും ഒരു റിലാക്സേഷനാണ് കോമ്പോസിഷൻ സ്കീം എന്ന് പറയുന്നത്. കാരണം ക്വാർട്ടർലി മാത്രം അവർക്ക് GST റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. അതും ടോട്ടൽ ടേൺ ഓവറിൻ്റെ ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന എത്ര % ആണോ ആ ഒരു തുക മാത്രം അവർക്ക് ടാക്സ് എമൗണ്ട് ആയിട്ട് പേ ചെയ്താൽ മതി. സ്മോൾ ടാക്സ് പേയേഴ്സിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇതുപോലൊരു സ്കീം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.